സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. ശ്രീമഹാദേവ്യേ നമഃ. നമസ്കാരം. ലളിതോപാഖ്യാനം സർഗം 22, അധ്യായം 26. ലളിതാ പരമേശ്വരിയും ഭണ്ഡാസുരനും തമ്മിലുള്ള അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ തൻ്റെ അനേകം അസ്ത്രങ്ങളെ കൊണ്ട് ലളിതാദേവി ആ ഭണ്ഡാസുരന്റെ മർമ്മങ്ങളെയെല്ലാം ഭേദിച്ചു. ഭണ്ഡാസുരനും കോപത്തോടുകൂടി ലളിതാദേവിയുടെ നേരെ ശരവർഷം നടത്തി. അന്ധതാമിശ്രകം എന്ന അസ്ത്രം പ്രയോഗിച്ചതിനെ ദേവി സൂര്യാസ്ത്രം കൊണ്ട് ശമിപ്പിച്ചു. ആ ഭണ്ഡാസുരൻ പ്രയോഗിച്ച പാഷണ്ഡാസ്ത്രത്തെ ശമിപ്പിക്കാൻ ദേവി ഗായത്രി അസ്ത്രം പ്രയോഗിച്ചു. ഇത്തരത്തിൽ അനേകം ഘോരമായിട്ടുള്ള അസ്ത്രങ്ങളെ പ്രയോഗിക്കുമ്പോൾ അതിനെയെല്ലാം പ്രത്യസ്ത്രം കൊണ്ട് നശിപ്പിക്കുകയും ആ സമയത്താണ് ഭണ്ഡാസുരൻ ശക്തിസേനകളുടെ നേരെ മഹാരോഗാസ്ത്രം, രാജയക്ഷ്മാവ് പോലുള്ള അനേകം രോഗങ്ങളെ ഉണ്ടാക്കുന്ന, ക്ഷയം പോലെയുള്ള രോഗങ്ങളെ ഉണ്ടാക്കുന്ന അസ്ത്രം പ്രയോഗിച്ചു. അപ്പോൾ തൻ്റെ സൈന്യങ്ങൾക്ക് ഈ രോഗബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. ദേവി അതിന് പ്രത്യസ്ത്രം എന്ന രീതിയിൽ നാമത്രയം എന്ന മഹാമന്ത്രത്തോടു കൂടിയിട്ടുള്ള അസ്ത്രം പ്രയോഗിച്ചു. നാമത്രയം എന്നത് വൈഷ്ണവമായ 3 നാമങ്ങളുടെ, 3 മന്ത്രങ്ങളുടെ ഒരു പ്രഭാവമാണ്. ആ അസ്ത്രത്തിൽ നിന്ന് 3 ദേവതകൾ ആവിർഭവിച്ച്, അച്യുതൻ, അനന്തൻ, ഗോവിന്ദൻ, അങ്ങനെ 3 മൂർത്തികൾ ആവിർഭവിച്ച് ഹുങ്കാര ഘോഷത്തോടുകൂടി രോഗങ്ങൾക്ക് കാരണമായി തീരാവുന്ന ആ അസ്ത്രങ്ങളുടെ പ്രഭാവത്തെ ഇല്ലാതെയാക്കി അവയെല്ലാം സംഹരിച്ചു. തുടർന്ന് ലളിതാ പരമേശ്വരിയെ നമസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ മഹാദേവി ഈ മൂർത്തികളെ ലോകത്തിൽ ഭക്തനുണ്ടാവുന്ന, ആരാധകർക്ക്, ഉപാസകർക്കുണ്ടാവുന്ന രോഗങ്ങളെ നിവാരണം ചെയ്യാൻ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിയോഗിക്കുകയാണ്. അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ. അതിനെയാണ് നാമത്രയം എന്ന് പറയുക. പ്രസിദ്ധമായിട്ടുള്ള നാമത്രയ മന്ത്രസ്വരൂപമായിട്ടുള്ള സ്തോത്രം ധന്വന്തരി മൂർത്തിയെ പൂജിക്കുമ്പോൾ, ധന്വന്തരി സ്തുതി ചെയ്യുമ്പോൾ, ആയുർവേദത്തിൻ്റെ ഒരു ദേവത കൂടിയായിട്ടുള്ള ധന്വന്തരിയെ ഭജിക്കുന്ന സമയത്ത് സർവരോഗഹരം എന്ന പ്രസിദ്ധമായിട്ടുള്ള ഈ മന്ത്രം ഉപാസിക്കാറുണ്ട്. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോ നാരായണാമൃത രോഗാന്മേ നാശയാശേഷാൻ ആശു ധന്വന്തരേ ഹരേ. ആരാണോ ഭക്തിവിശ്വാസങ്ങളോടുകൂടി ഈ നാമത്രയ മഹാമന്ത്രം ജപിക്കുന്നത്, അവർക്ക് അവരെ ബാധിച്ച രോഗങ്ങളെ ലളിതാ പരമേശ്വരിയുടെ നിയോഗപ്രകാരം ഈ മൂർത്തികൾ, അച്യുതാനന്ദ ഗോവിന്ദന്മാർ രോഗനിവൃത്തി വരുത്തും എന്നാണ് ഇവിടെ പറഞ്ഞത്.
അച്യുതാനന്ദ ഗോവിന്ദ എന്ന് ജപിച്ചാൽ തന്നെ നാമത്രയം എന്നാണ് അത് അറിയപ്പെടുക. അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ എന്നിങ്ങനെ വേറെ വേറെ നാമങ്ങളായി. അതിനെ മന്ത്രരൂപേണ അഥവാ നാമത്രയ മന്ത്രസ്വരൂപമായി സ്തോത്രരൂപേണ ജപിക്കുമ്പോഴാണ് അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോ നാരായണാമൃത രോഗാന്മേ നാശയാശേഷാൻ ആശു ധന്വന്തരേ ഹരേ. ആ ഒരു മഹാമന്ത്രം കൊണ്ട് അസുരൻ പ്രയോഗിച്ച അസ്ത്രത്തെ, മഹാരോഗാസ്ത്രത്തെ നശിപ്പിച്ചു. തുടർന്ന് ഭണ്ഡാസുരൻ ആയുർനാശം എന്ന അസ്ത്രം പ്രയോഗിച്ചപ്പോൾ കാലസംഘർഷിണി എന്ന അസ്ത്രം കൊണ്ട് ആ ദേവി ആയുർനാശനാസ്ത്രത്തെ സംഹരിച്ചു. കാലസംഘർഷിണി എന്നാൽ കാലനെ സംഘർഷണം ചെയ്യുന്നത്, പിടിച്ചു വലിക്കുന്നത് എന്നാണ്. പിന്നീട് ഭണ്ഡാസുരൻ പ്രയോഗിച്ച ആസുരാസ്ത്രം, അതിൽ നിന്ന് അനേകം അസുരന്മാർ ഉത്ഭവിച്ചു. മധു, കൈടഭൻ, മഹിഷാസുരൻ, ധൂമ്രലോചനൻ, രക്തബീജൻ, കാലകേയൻ. ഈ ആസുരാസ്ത്രത്തിൽ നിന്ന് ഈ ശക്തികളൊക്കെ പുറപ്പെടുന്നത് കണ്ട് ശക്തി ദേവതകൾ വല്ലാതെ ഭയപ്പെടുന്നു. ലളിതാദേവിയെ ശരണം പ്രാപിക്കുന്നു. ഉടനെ ലളിതാദേവി അത്യന്തം കുപിതയായി ക്രോധാട്ടഹാസം ചെയ്തുകൊണ്ട് ആ ദേവിയുടെ അട്ടഹാസത്തിൽ നിന്ന് എല്ലാ ദേവന്മാരുടെയും തേജസ് കൂടിച്ചേർന്ന് ആവിർഭവിക്കുന്നതായ ആ വിശ്വരൂപിണിയായിട്ടുള്ള ദുർഗ, ശൂലം ച ശൂലിനാദത്തം ചക്രം ചക്രി സമർപ്പിതം ശംഖം വരുണദത്തം ച ശക്തിം ദത്താം ഹവിർഭുജ ചാപം അക്ഷയതൂണീരം മരുദത്തം മഹാധ്വനി വജ്രിദത്തം ച കുലിശം ഖണ്ഡാം ഐരാവതാർപ്പിതം. ശ്രീപരമേശ്വരൻ ശൂലത്തെ നൽകി, മഹാവിഷ്ണു സുദർശന ചക്രവും വരുണൻ ശംഖും, അഗ്നി ഒരു വേലും, വായുദേവൻ അക്ഷയമായിട്ടുള്ള ആവനാഴിയും വില്ലും, ഇന്ദ്രൻ വജ്രായുധവും, വരുണൻ വരുണപാശത്തെ നൽകി, സമുദ്രദേവൻ മുത്തുമാലകളെ നൽകി, വിശ്വകർമാവ് വിവിധങ്ങളായ ഭൂഷണങ്ങളെ നൽകി. അപ്രകാരം ദേവന്മാർ നൽകിയ ആയുധങ്ങളാൽ ശോഭിക്കുന്നതായ നാരായണി അഥവാ ദുർഗാഭഗവതി സിംഹാരൂഢയായിട്ട് ആ ഭണ്ഡാസുരൻ പ്രയോഗിച്ച ആസുരാസ്ത്രത്തിൽ നിന്ന് പുറപ്പെട്ട അസുരന്മാരോട് യുദ്ധം ചെയ്തു. അവരെല്ലാം ആ ദുർഗാഭഗവതി നിഗ്രഹിച്ചു. വീണ്ടും ഭണ്ഡാസുരൻ ശക്തി സൈന്യത്തിന്റെ നേരെ മൂകാസ്ത്രം പ്രയോഗിച്ചപ്പോൾ അതിന് പ്രത്യസ്ത്രമായിട്ട് ലളിതാദേവി വാഗ്വാദിനി എന്ന അസ്ത്രം പ്രയോഗിച്ചു. അടുത്തതായി ഭണ്ഡാസുരൻ പ്രയോഗിക്കുന്നത് വേദങ്ങളെ അപഹരിച്ചതായ അസുരന്മാർ, ബ്രഹ്മാവിൽ നിന്ന് സോമകൻ, ഹയഗ്രീവൻ തുടങ്ങിയിട്ടുള്ള അസുരന്മാർ വേദങ്ങൾ അപഹരിച്ചു. അവിടെ ഭഗവാൻ മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ച് അവരെ നിഗ്രഹിച്ച് വേദങ്ങൾ വീണ്ടെടുത്തു എന്ന് പുരാണങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയുണ്ട്. ആ അസുരന്മാരെയാണ് ഭണ്ഡാസുരൻ തൻ്റെ മന്ത്രപ്രഭാവം കൊണ്ട് സൃഷ്ടിച്ചത്. ദക്ഷഹസ്താങ്കുഷ്ട നഖാൻ മഹാരാജ്ഞിയ സമുദ്ധിത മഹാമത്സ്യാകൃതി ശ്രീമാൻ ആദിനാരായണോ വിഭു. ഇവിടെ ലളിതാ പരമേശ്വരിയുടെ വലത് കൈയിൻ്റെ പെരുവിരൽ നഖത്തിൽ നിന്ന് മഹാമത്സ്യാകൃതി പൂണ്ട ആദിനാരായണമൂർത്തി ആവിർഭവിച്ചു. വേദം അപഹരിച്ചതായ സോമകാദികളെ നശിപ്പിച്ചു.
അടുത്തതായി ഭണ്ഡാസുരൻ അർണവാസ്ത്രം പ്രയോഗിച്ചു. ആ ജലസഞ്ചയം കൊണ്ട് ശക്തി സൈന്യം മുങ്ങിപ്പോകും എന്ന അവസ്ഥയിൽ അഥ ലളിതാ ദക്ഷഹസ്ത തർജനികാനഖാൽ ആദികൂർമ സമുത്പന്നോ യോജനായുധ വിസ്തര. ലളിതാദേവിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിന്റെ നഖത്തിൽ നിന്ന് 10,000 യോജന വിസ്താരമുള്ള വിഷ്ണു അവതാരമൂർത്തിയായ കൂർമ്മം ആവിർഭവിച്ചു. ആ ആദികൂർമ്മം ജലത്തിൽ മുങ്ങിപ്പോകുന്ന ശക്തിദേവതകളെ തൻ്റെ പുറത്തു വഹിച്ചു. അങ്ങനെ ആ സാഗരാസ്ത്രഭയത്തിൽ നിന്ന്, അർണവാസ്ത്രഭയത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു. അടുത്തതായി ഭണ്ഡാസുരൻ ഹിരണ്യാക്ഷ മഹാസ്ത്രമാണ് പ്രയോഗിച്ചത്. അതിൽ നിന്ന് അനേകം ഹിരണ്യാക്ഷന്മാർ പുറപ്പെടുന്നു. അപ്പോഴാണ് ആ ലളിതാദേവിയുടെ അഥാ ശ്രീ ലളിതാ ദക്ഷഹസ്ത മധ്യാങ്കുലി നഖാൽ മഹാവരാഹ സമഭുച്ഛ്വേദ കൈലാസ സന്നിഭ. വലത് കൈയുടെ നടുവിരൽ നഖത്തിൽ നിന്നാണ് കൈലാസതുല്യമായ ആ ഒരു ആദിവരാഹം ആവിർഭവിച്ചത്. ആ ആദിവരാഹമൂർത്തി വജ്രായുധം പോലെ തീക്ഷ്ണമായ തേറ്റ കൊണ്ട് ഈ ഹിരണ്യാക്ഷ രൂപത്തിലുള്ള അസുരന്മാരെ എല്ലാം നിഗ്രഹിച്ചു. അടുത്തതായി ഭണ്ഡാസുരൻ ക്രോധത്തോടു കൂടിയിട്ട് പുരികം വളയ്ക്കുകയും ആ വളഞ്ഞ പുരികക്കുടിയിൽ നിന്നും അനേകം ഹിരണ്യകശിപുമാർ ആവിർഭവിച്ചു. ആ ഹിരണ്യകശിപുമാർ ശക്തിസേനയെ ആക്രമിക്കവേ ശക്തിദേവതമാർ ലളിതാദേവിയെ ശരണം പ്രാപിക്കുകയും അഥ ശക്ത്യാനന്ദരൂപം പ്രഹ്ലാദം പരിരക്ഷിതും ദക്ഷഹസ്ത അനാമികാഗ്രം ധുനോതി സ്മ ജഗത്പ്രസു. ലളിതാദേവി ആ ശക്തിദേവതമാരുടെ ആനന്ദമാകുന്ന പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി, ഹിരണ്യകശിപുവിൻ്റെ പുത്രന്റെ പേരും പ്രഹ്ലാദൻ എന്ന് തന്നെയാണ്. എന്നാൽ ഇവിടെ പ്രഹ്ലാദ ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് ശക്തിദേവതമാരുടെ ആനന്ദം, അവരെ സംരക്ഷിക്കാൻ തൻ്റെ വലത് കൈയിൻ്റെ മോതിരവിരലൊന്ന് കുടഞ്ഞു എന്നാണ്. തസ്മാത് തുത ജടാജാല പ്രജ്വലല്ലോചനത്രയ സിംഹാസ്യ പുരുഷാകാര കണ്ഠസ്യാധോ ജനാർദ്ദന. വലത് കൈയിൻ്റെ മോതിരവിരലിൽ നിന്ന് ഇളകുന്ന ജടാസമൂഹത്തോടുകൂടി, ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി, സിംഹമുഖവും കഴുത്തിനു താഴെ മനുഷ്യരൂപവുമായിട്ട് നഖങ്ങളെ ആയുധമാക്കിയ ആ നരസിംഹമൂർത്തി ആവിർഭവിച്ചു. ആ നരസിംഹമൂർത്തി ഭണ്ഡാസുരനിൽ നിന്ന് ഉത്ഭവിച്ച എല്ലാ ഹിരണ്യകശിപുക്കളെയും വജ്രകഠിനമായ നഖങ്ങളെ കൊണ്ട് നിഗ്രഹിച്ചു. വീണ്ടും ഭണ്ഡാസുരൻ പ്രയോഗിക്കുന്നത് മഹാബലീന്ദ്രാസ്ത്രമാണ്. ആ മഹാബലീന്ദ്രാസ്ത്രത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ദേവിയുടെ ആ കൈവിരലിൽ നിന്നും, വലത് കൈയിൻ്റെ ചെറുവിരലിൽ നിന്നാണ് വാമനമൂർത്തി ആവിർഭവിച്ചു എന്നാണ്. ആ മഹാബലീന്ദ്രാസ്ത്രത്തിൻ്റെ ദർപ്പത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് വാമന രൂപത്തിൽ, വാമനമൂർത്തിയായിട്ട് അവതരിക്കുന്നു. അടുത്തതായി ഭണ്ഡാസുരൻ പ്രയോഗിച്ചത് ഹൈഹയാസ്ത്രമാണ്. അതിൽ നിന്നും അനേകം കാർത്തവീര്യാർജുനന്മാർ ഉത്ഭവിക്കുന്നു. ലളിതാദേവിയുടെ ഇടത് കൈയിലെ പെരുവിരൽ നഖത്തിൽ നിന്നാണ് ക്രുദ്ധനായിട്ട് പരശുരാമൻ തൻ്റെ കയ്യിലെ വെൺമഴവുമായിട്ട് ആവിർഭവിച്ചു. പ്രജ്വലൻ ഭാർഗവോരാമ സക്രോധ സിംഹനാഥവാൻ. ആ കാർത്തവീര്യാർജുനന്മാരെയെല്ലാം
വെൺമഴുകൊണ്ട് നിഗ്രഹിച്ചു. പുരാണ കഥയിൽ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കയ്യിലെ സുദർശനം, ആ സുദർശനത്തിൻ്റെ ഗർവം ശമിപ്പിക്കണമെന്ന് കരുതിയിട്ട് ഭഗവാൻ മഹാവിഷ്ണു 1000 കോണുകളുള്ള സുദർശന ചക്രത്തിനോട് ഹേഹയാധിപനായിട്ടുള്ള കൃതവീര്യന്റെ പുത്രനായി കാർത്തവീര്യാർജുനനായി ജനിക്കണം എന്ന് കൽപ്പിക്കുകയാണ്. ഈ ചക്രത്തിന്റെ 1000 കോണുകൾ കാർത്തവീര്യന് 1000 കൈകളായി തീർന്നു എന്നാണ്. അപ്രകാരം അസുര പ്രകൃതത്തോടുകൂടി വന്ന് അവതരിച്ച കാർത്തവീര്യനെ നിഗ്രഹിക്കാനായി ഭഗവാൻ മഹാവിഷ്ണു തന്നെ പരശുരാമനായി അവതരിച്ചു. അപ്പൊ ആ കാർത്തവീര്യനായി മാറിയ സുദർശനത്തിന്റെ അഹങ്കാരത്തെ അപ്രകാരമാണ് നശിപ്പിച്ചത് എന്ന് പുരാണ പ്രസിദ്ധമായ കഥയാണ്. തുടർന്ന് ഭണ്ഡാസുരൻ തന്റെ കയ്യിലെ ചന്ദ്രഹാസം എന്ന ആ വാൾ പ്രയോഗിക്കവേ അതിൽ നിന്ന് അനേകം രാവണരൂപികൾ ആവിർഭവിച്ചു എന്നാണ്. രാവണനും കുംഭകർണനും ഇന്ദ്രജിത്തും ഇവരൊക്കെ ആവിർഭവിക്കണു ഈ ഭണ്ഡാസുരനിൽ നിന്ന്. അവരും സത്യസൈന്യത്തെ ആക്രമിക്കാൻ തുടങ്ങി. അഥ ശ്രീ ത്രിപുര വാമഹസ്ത തർജനികാനഖാൽ കോദണ്ഡരാമ സമഭൂ ലക്ഷ്മണേന സമന്വിത. ലളിതാദേവിയുടെ ഇടത് കൈയിന്റെ ചൂണ്ടുവിരൽ നഖത്തിൽ നിന്നാണ് ചാപധാരിയായ ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി ആവിർഭവിക്കുകയും ജടാമകുടധാരിയായി വൽക്കലം ധരിച്ച് ആ ശ്രീരാമചന്ദ്രൻ ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് രാക്ഷസ സൈന്യത്തെയും രാവണനെയും കുംഭകർണനെയും ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെയും നിഗ്രഹിച്ചു. ഭണ്ഡാസുരൻ പ്രയോഗിച്ച വിവിധാസ്ത്രം, അതിൽ നിന്ന് അനേകം വാനരന്മാരാണ് തുടർന്ന് ആവിർഭവിക്കുന്നത്. ലളിതാദേവിയുടെ ഇടത്തെ കൈയിന്റെ നടുവിരലിൽ നിന്ന് ആ സമയത്ത് ആവിർഭവൻ ഹലധര ക്രോധമദ്യാരുണേക്ഷണ, ആസവം പാനം ചെയ്ത് ചുവന്ന കണ്ണുകളോടുകൂടിയ നീലവസ്ത്രധാരിയായിട്ടുള്ള ഹലധരൻ, കലപ്പ ധരിച്ച ബലഭദ്രൻ ആവിർഭവിച്ചു. തുടർന്ന് ഈ വിവിധാസ്ത്രത്തിൽ നിന്ന് പുറപ്പെട്ട എല്ലാ വാനരന്മാരെയും നശിപ്പിച്ചു. അതിനുശേഷം ഭണ്ഡാസുരൻ പ്രയോഗിച്ചത് രാജാസുരം എന്ന മഹാസ്ത്രമാണ്. ശിശുപാലൻ, ദന്തവക്ത്രൻ, സാൽവൻ, പൗണ്ട്രക വാസുദേവൻ, ശമ്പരൻ, പ്രളംബൻ, ബാണൻ, കംസചാണൂര മുഷ്ടികന്മാർ, അരിഷ്ടൻ, ധേനുകൻ, ഇത്തരത്തിലുള്ള അനേകം അസുരന്മാരാണ് ആവിർഭവിച്ചത്. ആ സമയത്ത് ലളിതാദേവിയുടെ ഇടത് കൈയിന്റെ മോതിരവിരലിൽ നിന്ന് ശ്രീ വാസുദേവൻ ചതുർവ്യൂഹ രൂപത്തിൽ, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിങ്ങനെ 4 രൂപത്തിൽ ആവിർഭവിച്ച് ആസുരന്മാരെയെല്ലാം നിഗ്രഹിച്ചു. അടുത്തതായി ഭണ്ഡാസുരൻ പ്രയോഗിച്ചത് കല്യാസ്ത്രമാണ്. ധർമ്മത്തെ നശിപ്പിക്കുന്ന ആന്ധ്രന്മാർ, പുണ്ട്രന്മാർ, കിരാതന്മാർ, ഹൂണന്മാർ, യവനന്മാർ ഇങ്ങനെ ദുഷ്ടന്മാരായിട്ട് ധർമ്മത്തെ ഹനിക്കുന്ന, പ്രാണിഹിംസ ചെയ്യുന്ന, മലിനദേഹവും ഒക്കെ ആയിട്ടുള്ള അവരുടെ ആവിർഭാവം. അപ്പം അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലളിതാദേവിയുടെ ഇടത് കൈയിൻ്റെ ചെറുവിരൽ നഖത്തിൽ നിന്ന് കൽക്കിയായിട്ട് ആ വിഷ്ണു അവതാരം പുറപ്പെടുന്നു.
കുതിരപ്പുറത്ത് കയറി അസുര സ്വഭാവികളായിട്ടുള്ള അധർമ്മികളായിട്ടുള്ള അവരെല്ലാം നിഗ്രഹിച്ചു ആ കൽക്കി മൂർത്തി. ഇവിടെ ഏതാനും ശ്ലോകങ്ങളെ കൊണ്ട് ഈ ലളിതോപാഖ്യാനം 26-ാം അധ്യായത്തിൽ 30 മുതൽ 75 വരെ ശ്ലോകങ്ങളിൽ ലളിതാദേവിയുടെ കൈവിരൽ നഖത്തിൽ നിന്നും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ കഥയാണ് ലളിതാ സഹസ്രനാമത്തിൽ 80-ാമത്തെ നാമമായിട്ട് പറയുന്ന കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി. ഈയൊരു കഥയുടെ താല്പര്യം, അതായത് പ്രപഞ്ചത്തിലെ യാതൊന്നും പൂർണ്ണമായി നശിപ്പിക്കുവാനോ പുതിയതായി സൃഷ്ടിക്കുവാനോ കഴിയുകയില്ല എന്ന തത്വത്തെ ഇവിടെ പ്രകടമാക്കുകയാണ്. ഇഹൈകസ്ഥം ജഗത്കൃഷ്ണം പശ്യാദ്യ സദരാചരം പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാസ്തഥാ ഭൂതവിശേഷസംഘാൻ. ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ ശ്ലോകമാണ്. മഹാവിഷ്ണു ആവട്ടെ, വിഷ്ണു അവതാരങ്ങളാവട്ടെ, ഇതെല്ലാം ആ മഹാദേവിയുടെ കൈവിരൽ തുമ്പിലുണ്ട്. അനേകം അസുരന്മാരെ നിഗ്രഹിക്കാൻ പോന്ന ദുർഗാദേവി ഈ ലളിതാദേവിയുടെ അട്ടഹാസത്തിൽ നിന്ന് ആവിർഭവിച്ചു. ഇനിയും ഇനിയും ആവർത്തിക്കുന്ന പ്രതിസന്ധികൾക്കും പുതിയതായി രൂപം കൊള്ളുന്ന പ്രതിബന്ധങ്ങൾക്കും ഉചിതമായ ഒരു പരിഹാരമാണ് ലളിത ഉപാസന. ആ ത്രിപുര സുന്ദരിയെ ആരാധിക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുകയാണ്. ഇപ്രകാരം മത്സ്യം തുടങ്ങി ആ ദശാവതാരങ്ങളെ സ്വീകരിച്ച ആ ഭഗവാന്റെ മൂർത്തികളോട്, ആ വിഷ്ണുമൂർത്തികളോട് ദേവി ഇവിടെ കൽപ്പിക്കുകയാണ്. ലളിതാ പരമേശ്വരി കൽപ്പം തോറും ഈ രൂപങ്ങളെ ധരിക്കുകയും ധർമ്മ സംരക്ഷണം നടത്തുകയും വേണം എന്ന് നിയോഗിച്ചു. ആ അവതാരമൂർത്തികളെല്ലാം ഇവിടുന്ന് അന്തർധാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കഥാഭാഗത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. ശ്രീ മഹാദേവ്യേ നമഃ.